നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ഹർത്താലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ലഭിച്ചതെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിദേശ മദ്യഷോപ്പ് മാറ്റണം, പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. റോഡ് വികസനം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. തൃശൂർ കോർപ്പറേഷനിൽ LDF-ൽ പൊട്ടിത്തെറി. സാഹിത്യകാരനും നാടക പ്രവർത്തനവുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഹർത്താലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വയനാട്ടിലെ ഹർത്താലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. UDF-ഉം LDF-ഉം ഹർത്താൽ നടത്തിയത് ശരിയായ സമീപനമല്ലെന്നും പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചു. ദുരന്തം സംഭവിച്ച മേഖലയിലാണ് ഹർത്താൽ നടത്തിയത്. ഹർത്താൽ നടത്തിയ സമീപനം നിരാശാജനകമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ഹർത്താലിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നതെന്നും അധികാരത്തിലിരിക്കുന്ന LDF എന്തിനാണ് ഹർത്താൽ നടത്തിയതെന്നും ഹൈക്കോടതി ചോദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ വീഴ്ചകൾക്കെതിരെയാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ നടത്തിയത്. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ലഭിച്ചതെന്ന് BJP നേതാവ് വി മുരളീധരൻ. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ലഭിച്ചതെന്ന് BJP നേതാവ് വി മുരളീധരൻ. വയനാട് ദുരന്തത്തിൽ ആദ്യ മെമ്മോറണ്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടത് 260 കോടി രൂപയാണ്. കേന്ദ്രം 290 കോടി രൂപ നൽകി. 4 മാസമായി ദുരന്തം സംബന്ധിച്ച വിശദമായ കണക്ക് നൽകാൻ വൈകി. ഇത് പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ ജയിക്കാൻ കളമൊരുക്കുന്നതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. സർക്കാർ ബോധപൂർവം നടപടി വൈകിച്ചു. ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് കോൺഗ്രസും CPI-ഉം നിർത്തണം. കേന്ദ്രം നൽകിയ 153 കോടി രൂപ മറച്ചുവെച്ചുള്ള സമീപനം ജനങ്ങളെ കബളിപ്പിക്കാൻ ഏതറ്റം വരെ പോകും എന്നതിന് തെളിവാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വഖഫ് ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കമുണ്ടെങ്കിൽ അത് സാമാന്യനീതിക്ക് നിരക്കുന്നതല്ല. വഖഫ് ഭേദഗതി ഇനിയെങ്കിലും ഇന്ത്യ മുന്നണി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പാലക്കാട് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം 92.41% സ്കോർ നേടിയാണ് NQAS നേടിയത്. ഇതോടെ സംസ്ഥാനത്തെ 190 ആശുപത്രികളാണ് ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർന്നത്. ഘട്ടം ഘട്ടമായി പരമാവധി ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആകെ 190 ആശുപത്രികൾ NQAS അംഗീകാരവും 82 ആശുപത്രികൾ പുനഃഅംഗീകാരവും നേടിയെടുത്തു. 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 11 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 41 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, 129 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് NQAS അംഗീകാരം നേടിയിട്ടുള്ളത്. 8 വിഭാഗങ്ങളായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. NQAS അംഗീകാരത്തിന് 3 വർഷ കാലാവധിയാണുള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധനയുണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. NQAS അംഗീകാരം ലഭിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. ആശുപത്രി വികസനത്തിനായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. വിദേശ മദ്യഷോപ്പ് മാറ്റണം, പ്രതിഷേധം ശക്തമാകുന്നു. വടക്കാഞ്ചേരി നഗരമധ്യത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തായി അടുത്തിടെ ആരംഭിച്ച കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനയ്ക്കെതിരെ ദേശീയ മനുഷ്യാവകാശ സമിതി. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സമീപവാസികൾക്കും ഏറെ ശല്യമായിട്ടുള്ള
വിദേശ മദ്യഷോപ്പിനെതിരെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തുമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അറിയിച്ചു. ഡിവൈൻ ഹോസ്പിറ്റലിന് മുമ്പിലായി പുതിയതായി ആരംഭിച്ച വിദേശ മദ്യ വിൽപ്പനശാല സമീപവാസികൾക്കും ആസ്പത്രിയിലേക്ക് പോകുന്നവർക്കും വളരെ ശല്യം ചെയ്യുന്നതായി കണ്ടുവരുന്നു. അവിടെയുള്ള മറ്റ് വാണിഭക്കാർക്കും എല്ലാവർക്കും ഇത് വലിയ ശല്യമായി തീർന്നിരിക്കുന്നതിനാൽ പ്രസ്തുത മദ്യവിൽപ്പനശാല ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ യോഗം ഇന്ന് തീരുമാനിച്ചു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മദ്യവിൽപ്പനശാല ഇത്തരം തിരക്കുള്ള സ്ഥലത്ത് അനാരോഗ്യം വിളിച്ചു വരുത്തുന്ന ഈ മദ്യവിൽപ്പനശാല ആസ്പത്രി പരിസരത്ത് നിന്നും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ഹൈസ്കൂള് അതിന് തൊട്ടടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം പ്രദേശത്ത് നിന്ന് മാറ്റി വേറെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 29-ാം തീയതി നവംബർ 29-ാം തീയതി രാവിലെ 11-ന് വടക്കാഞ്ചേരി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സമിതി ധർണ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും സമീപവാസികൾക്കും വിദേശ മദ്യഷോപ്പ് വലിയ തലവേദനയായിട്ടുണ്ട്. ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങൾ മദ്യപിക്കുന്നവരുടെ താവളമായി മാറി. കഴിഞ്ഞ 40 വർഷമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ഡോക്ടർമാർ തങ്ങളുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ, കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. റോഡ് വികസനം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഭൂമി വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടും പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കടലാസിലൊതുങ്ങി. AC മൊയ്തീൻ MLA ആയിരിക്കെയാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത തീരുമാനമെടുത്തത്. വടക്കാഞ്ചേരി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. AC മൊയ്തീൻ മുൻകൈയെടുത്ത് പദ്ധതിക്കായി 7 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടാനും വളവ് തിരിവുകൾ പരമാവധി ഒഴിവാക്കി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്താനുമായിരുന്നു തീരുമാനം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി വെളിച്ചം കണ്ടില്ല. 2024 നവംബറിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട അവസാന ദിവസമായിരുന്നു. എന്നാൽ ഇതുവരെയും ഒന്നും നടന്നില്ല. ഇതിനിടെ രണ്ടാമതും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡിന്റെ ടാറിംഗ് മാത്രമായി നടത്താനാണ് തീരുമാനമെന്ന് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ PS വിനീത് അറിയിച്ചു. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ കാര്യമായി ഇടപെടൽ ഇല്ലാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി തൃശൂർ, വാഴാനി ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന റോഡാണ് പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡ്. ഭൂമി വിട്ടുകൊടുക്കാൻ ജനം തയ്യാറായിട്ടും റോഡിന്റെ നിർമ്മാണം അട്ടിമറിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇതിനായി നാട്ടുകാരുടെ ഒപ്പുശേഖരണം നടത്തുമെന്നും തെക്കങ്കര പഞ്ചായത്ത് മെമ്പർ K രാമചന്ദ്രൻ അറിയിച്ചു. ഞാൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പുന്നമ്പറമ്പ് 18-ാം വാർഡിൻ്റെ മെമ്പറാണ്. പേര് രാമചന്ദ്രൻ, അശ്വിനിക്കണ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം പുന്നമ്പറമ്പ് സഹകരണ ബാങ്കിൻ്റെ സമീപത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന രീതിയിൽ. അതിൻ്റെ ഒരു കാരണം, ആ ബോർഡ് വരാനുള്ള കാരണം പുന്നമ്പറമ്പ് സെൻട്രലിൽ നിന്ന് തെക്കുംകര, മംഗലം, പുല്ലാനിക്കാട് റെയിൽവേ ബ്രിഡ്ജ് വരെ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്
3 കൊല്ലം മുന്നേ അന്നത്തെ കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ, വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, മറ്റ് അനുബന്ധമായ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടറും ഉൾപ്പെടെ ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു. അതിൽ ആ ഭാഗത്തുള്ള മുഴുവൻ വാർഡ് മെമ്പർമാരും അതിൽ ബന്ധപ്പെട്ടിരുന്നു. എൻ്റെ വാർഡിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആ കാലത്തിന് ശേഷം അന്ന് ഇത് പൊളിക്കാൻ പോവാണ്, ടെൻഡർ കൊടുക്കാൻ പോവാണ്, 7 കോടി രൂപയ്ക്കാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. അതിനുശേഷം PWD എഞ്ചിനീയേഴ്സും ആളുകളെല്ലാം വന്ന് വീടുകളുടെ സർവേ എടുത്തു, റോഡിൻ്റെ സർവേ എടുത്തു, പൊളിക്കേണ്ട സ്ഥലങ്ങൾ മാർക്ക് രേഖപ്പെടുത്തി. അതിൻ്റെ നിശ്ചയപ്രകാരം അതാത് വാർഡിലെ മെമ്പർമാർ വീടുകളിൽ കയറി സംസാരിച്ച് അവരെല്ലാം സൗജന്യമായിട്ട് പോലും സ്ഥലം വിട്ടുതരാൻ തയ്യാറായിരുന്നു. കാരണം അത്ര ദുരിതമാണ് ഈ മച്ചാട് മാമാങ്കം നടക്കുന്ന ഈ റോഡ് സമീപത്തോട് കടന്നു പോകുന്നത്. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള യാത്രാ സൗകര്യം ഉണ്ടാകണം. ഇവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ്. ഒരു വാഹനം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. മച്ചാട് മാമാങ്കവും അതുപോലെ തന്നെ മച്ചാട് സെൻറ് ആന്റണീസ് ചർച്ചും വടക്കാഞ്ചേരി ചർച്ചും എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. നിരവധി ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് തീരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പുരോഗതി ഉൾപ്പെടുന്ന പൊളിച്ചു മാറ്റിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യണം. അത് ചെയ്യാൻ ജനങ്ങൾ വരെ തയ്യാറായിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. എന്തായാലും മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ പോവുകയാണ്. അദ്ദേഹം അത് ചെയ്യും എന്നൊരു പ്രതീക്ഷ, അതിൽ ബന്ധപ്പെടും, അദ്ദേഹം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിലേക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്. പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡിന്റെ വികസന കാര്യത്തിൽ സ്ഥലം MLA സേവ്യർ ചിറ്റലപ്പള്ളി ഇടപെട്ടില്ലെന്ന് നാട്ടുകാരുടെ പരാതി. 7 കോടി രൂപ ചെലവിൽ കൊട്ടി ആഘോഷിച്ച് പ്രഖ്യാപിച്ച പദ്ധതി പാഴ്വാക്കായി. പദ്ധതിയുടെ ഭാഗമായി പുന്നമ്പറമ്പിൽ സ്ഥാപിച്ച ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണെന്ന് രേഖപ്പെടുത്തിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ. തൃശൂർ കോർപ്പറേഷനിൽ LDF-ൽ പൊട്ടിത്തെറി. തൃശൂർ കോർപ്പറേഷനിൽ LDF-ൽ പൊട്ടിത്തെറി. CPIയുടെ സിറ്റിംഗ് ഡിവിഷൻ കൃഷ്ണാപുരം ഡിവിഷൻ വിഭജനത്തോടെ ഇല്ലാതായതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതൃപ്തി പരസ്യമാക്കി CPI കൗൺസിലർ ബീന മുരളി രംഗത്തെത്തി. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുന്ന തൃശൂരിൽ തന്റെ സീറ്റ് വെട്ടിയതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്ന് CPI വനിതാ കൗൺസിലർ ബീന മുരളി ആരോപിച്ചു. 15 വർഷമായി തുടർച്ചയായി ജയിക്കുന്ന ഡിവിഷൻ 2 ഡിവിഷനിലേക്ക് വെട്ടിലയിപ്പിച്ചു. കൃഷ്ണാപുരം എന്ന പേര് തന്നെ നശിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായതെന്ന് കൗൺസിലർ ബീന മുരളി പറയുന്നു. നടത്തറ ഡിവിഷനിലേക്ക് 700 വീടും ഒല്ലൂക്കര ഡിവിഷനിലേക്ക് 500 വീടും പകുത്തു നൽകി. ഭഗവാൻ കൃഷ്ണന്റെ പേരായതുകൊണ്ടാണോ ഡിവിഷൻ വെട്ടിയതെന്ന് സംശയമുണ്ടെന്ന് CPI കൗൺസിലർ പറയുന്നു. ഡിവിഷൻ വെട്ടിയതിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബീന മുരളി വ്യക്തമാക്കി. പാർട്ടിയെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് ബീന മുരളി പറയുന്നു. നടപടി ഉണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കും. നഷ്ടമായത് LDF-ന്റെ ഉറച്ച ഡിവിഷൻ. തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണോ ഡിവിഷൻ വെട്ടിയതെന്ന് സംശയമുണ്ടെന്ന് ബീന മുരളി പറയുന്നു. സാഹിത്യകാരനും നാടക പ്രവർത്തകനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. സാഹിത്യകാരനും നാടക പ്രവർത്തകനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. 102-ാം വയസ്സിൽ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലാണ് അന്ത്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള എഴുത്തുകാരനാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ ഇന്നലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡൽഹിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 80-ലേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കവിതകളിലൂടെ സാഹിത്യരംഗത്തേക്ക് കടന്നെത്തി. ഓൾ ഇന്ത്യ റേഡിയോയിലാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഈ ജോലിയോടെ അദ്ദേഹം ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഡൽഹിയിലെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. 1951-ലാണ് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. 2020-ൽ ആകസ്മികം എന്ന കൃതിക്കാണ് NN പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. കേരള സർക്കാരിന്റെ കേരളശ്രീ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിട്ടുണ്ട്. 1972-ൽ പ്രളയം എന്ന കൃതിക്കും 2010-ൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്കും അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2022-ൽ സംസ്ഥാനം അദ്ദേഹത്തിന് കേരള പ്രഭ അവാർഡ് നൽകി ആദരിച്ചു. ഒരിടവേള കൂടി. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ. എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള
ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിജയത്തിന്റെ നിറവിൽ NSS VHSS മുണ്ടത്തിക്കോട്. വടക്കാഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിൽ മുണ്ടത്തിക്കോട് NSS VHSS UP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഓവറോൾ 1ാം സ്ഥാനം നേടി. വാദ്യങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വിജയാഘോഷം നടത്തി. വിജയാഘോഷത്തിന് പ്രിൻസിപ്പൽ ശ്രീമതി GP ശ്രേയസ്, പ്രധാന അധ്യാപിക K ഗിരിജ എന്നിവർ നേതൃത്വം നൽകി. ആഘോഷത്തിൽ അധ്യാപകരും PTA പ്രസിഡന്റും PTA MPTA മെമ്പർമാരും പങ്കെടുത്തു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇനിയും രാജിവെക്കേണ്ടതില്ലെന്ന് CPM. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇനിയും രാജിവെക്കേണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. തുടർ നീക്കങ്ങൾക്ക് നിയമോപദേശം തേടാനും തീരുമാനം. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് വൻ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിന് മുൻപ് പിതാവ് പരാതി നൽകിയിരുന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിന് മുൻപ് പിതാവ് പരാതി നൽകിയിരുന്നു. മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പിതാവ് അന്നു തന്നെ പരാതിപ്പെട്ടിരുന്നു. കസ്റ്റഡിയിലെടുത്ത അമ്മുവിന്റെ സഹപാഠികൾക്കെതിരെ ഇതേ പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് ഉന്നയിച്ചിരുന്നത്. ഇമെയിൽ വഴിയാണ് അമ്മുവിന്റെ പിതാവ് സജീവ് കോളേജിലേക്ക് പരാതി നൽകിയത്. ഹോസ്റ്റൽ ലീഡർ അഞ്ജന ഉൾപ്പെടെ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പിതാവ് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പീഡനം സഹിക്കാതെ അമ്മു മറ്റൊരു മുറിയിലേക്ക് മാറിയിട്ടും ഇവർ അമ്മുവിനെ വെറുതെ വിട്ടില്ല. റൂമിലെത്തി അമ്മുവിനെ ചീത്ത പറയുന്നതും ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും പതിവാണ്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തന്റെ മകളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും സജീവ് ഈ പരാതിയിൽ അന്നേ സൂചിപ്പിച്ചിരുന്നു. അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സഹപാഠികളായ അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ ഹർത്താലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ലഭിച്ചതെന്ന് BJP നേതാവ് V മുരളീധരൻ. സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിദേശ മദ്യഷോപ്പ് മാറ്റണം, പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. റോഡ് വികസനം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. തൃശൂർ കോർപ്പറേഷനിൽ LDF-ൽ പൊട്ടിത്തെറി. സാഹിത്യകാരനും നാടക പ്രവർത്തനവുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.